രസമുണ്ടല്ലോ ഇത്. ഉഗ്രൻ നല്ല ചെരുപ്പാണല്ലോ. ഭംഗി. റെഡ് ലിപ്സ്റ്റിക്, റെഡ് ലിപ്സ്റ്റിക്, പർപ്പിൾ കളർ ഉടുപ്പ്. പർപ്പിൾ മധു. ആ അതെ അതെ. അത് പറഞ്ഞ തിരിച്ചു വെച്ച ഒരു ബൊക്കെ പിടിക്കണ പോലെ ഇങ്ങനെ അതെ. പിടിക്കാം. അതെ, അതുപോലത്തെ ഉടുപ്പ് നല്ല ഇതൊരു സുന്ദരിയായിട്ടുണ്ട്. മധു ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി കുട്ടിക്ക് ഗ്ലും ഇല്ല, ഇല്ല ഇല്ല. ഇടയ്ക്ക് ശ്വാസം പോകുന്ന പോലെ വരുമ്പോഴോ അല്ല ഗ്ലും എന്നൊന്നും പറയരുത്. ഗ്ലൂം ഒന്നും അല്ല ഓക്കെ അത്. ഓക്കെ. ശ്വാസം പോകുന്നു അതാണ്. പുറത്തോടെ ഓടിപ്പോണ ഞാൻ കണ്ടായിരുന്നു കുറച്ച് മുമ്പ്. ആ ജീവനും കൊണ്ട് പോയി. അതെ അതെ അതെ. രക്ഷപ്പെട്ട്. നിങ്ങളുടെ അടുത്ത് വരണ്ടല്ലോ എന്ന് ഓർത്ത്. ഇനി ഏത് പാട്ടാ ഗ്ലും ഇല്ലാണ്ട് പാടണേ? മനസ്സ് ഒരു മാന്ത്രിക കൂട് മായകൾ തൻ കളി വീട്. ആഹാ, എന്ത് അടിപൊളി പാട്ടാണ്. ഉഗ്രൻ പാട്ടാണല്ലോ. താങ്ക് യു. ആ അതെ. ആരാ മ്യൂസിക്, സംഗീതം, Details അല്ല ലിറിക്സ് ഒക്കെ? സിനിമ കളിവീട്, ഉം. മ്യൂസിക് മോഹൻ സിത്താര സാർ, ഉം. ലിറിക്സ് എസ് രമേശൻ നായർ സാർ, പാടിയത് പാടിയത് യേശുദാസ് സാറ്. വർഷം 1996. ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട് അല്ലേ? 1996. വെരി ഗുഡ്. ആ, sure. പാടിയാലോ? പാടാം. മക്കളെ അല്ലേ? പാടിക്കൊള്ളു. തുടങ്ങാം. Yes. താങ്ക് യു. All the best. All the best. താങ്ക് യു.
വെരി ഗുഡ് മോളെ. എന്താ ഫീല് ഈ കുഞ്ഞു പ്രായത്തിൽ ഇത്രയും ഫീല് കൊടുക്കാൻ പറ്റുക അത് ശരിക്കും അത് നാച്ചുറൽ ആയിട്ടാണ്. അത് ആർട്ടിഫിഷ്യലായിട്ട് ഒട്ടും തോന്നുന്നില്ല. അത് ജന്മനാ കിട്ടിയേക്കുന്ന ഒരു കഴിവാണത്. അത് നാച്ചുറൽ. അത് ആരെങ്ങനെയൊക്കെ ആരും പഠിപ്പിച്ചെന്നാണോ ഇങ്ങനെയൊക്കെ പാടാൻ? അല്ല, അത് നല്ലതായിട്ട് ഞാൻ പഠിച്ചിട്ടാണ്. ആണോ? നന്നായി പഠിച്ചിട്ട് പാടുന്നതാണ്. എനിക്ക് പണ്ടേ ഫീൽ കൊടുക്കാനൊക്കെ അറിയാം. ആണോ? അത് ശരി. ഇപ്പൊ ഉണ്ടായ ഒരു സ്കില്ലല്ല. ആരെ പഠിപ്പിച്ചു തന്നേ പാട്ട്? ഇത് ഇവിടുത്തെ ഗ്രൂമിങ് സാറൊക്കെ പഠിപ്പിച്ചു. ഈ ഫീലൊക്കെ തന്നെ ഇടണല്ലേ? പിന്നെ എക്സ്പേർട്ട് അല്ലേ, പ്രൊഫഷണൽ അല്ലേ? പിന്നെ ചുമ്മാ പറയണ അല്ല, ശരിക്കും ആണോ? അല്ല എങ്ങനെയാ ഫീല് കൊടുക്കാൻ തോന്നണ എങ്ങനെയാ? അതിങ്ങനത്തെ പാട്ടിനൊക്കെ ഫീൽ കൊടുക്കണ്ടേ? വേണ്ടേ, അതറിയാം. വരികള് മനസ്സിലാക്കിയിട്ടാണോ ഫീല് കൊടുക്കണേ? ആണോ? മനസ്സ് ഒരു മാന്ത്രിക കൂട്, മായകൾ തൻ കളിവീട്. ശരിക്കും ഇത്രയും കുഞ്ഞു പ്രായത്തിൽ ഇങ്ങനെ ഒരു പാട്ടിന് ഫീൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ശരിക്കും അത്ഭുതമാണ്. ചില ഭാഗങ്ങളൊക്കെ പാടുന്ന കേൾക്കുമ്പോ കൊതിയാവുന്നു ശരിക്കും. സത്യത്തില് അസാധ്യം. അങ്ങനെ പാടാൻ എനിക്ക് കൊതിയാവുന്നു. എനിക്ക് പല്ലവിയില് മാത്രം ചെറിയ ചെറിയ മറുനിമിഷം മിഴിനീരിൻ കഥയായി മാറും. കഥ എന്ന് പറഞ്ഞേ, കഥയായി എന്നാ പാടണേ. കഥയായി മാറും. അതിന്റെ നോട്ടൊന്ന് പാടിയ മോളെ, പാടി. മറുനിമിഷം മിഴിനീരിൻ നോടി പാടി. കഥയായി അതൊന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് വരണം കേട്ടോ. അനുപലിയുടെ തുടക്കം, ചരണത്തിന്റെ തുടക്കം കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി എനിക്ക്. ഓരോ തീര പടരുമ്പോൾ തീരം കുളിരണിയുന്നു, ആ ലൈൻ. പിന്നെ ചരണത്തിന്റെയും ഉള്ളിൽ മലർ തിരിയുമ്പോൾ ഉള്ളിൽ വിരൽ മുറിയുന്നു, അവിടെയും ഒരു മൂകം. കഥ തുടരുമ്പോൾ അവിടെയും കഥ എന്ന് പാടണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വഴിനീളെ ഈ പാഴ്മരങ്ങൾ വിജനം ഈ വീഥി. അത് ആ ഭാഗം ഉണ്ടല്ലോ, സൂപ്പർ. ആള് നിസ്സാരക്കാരിയല്ലോട്ടാ. പ്രോ. ഇത്ര കുട്ടിക്കാലത്ത് നേരത്തെ പോലെ അറിയാന്നല്ലേ പറഞ്ഞു. നേരത്തെ എന്ന് പറയുമ്പോ ഏത് പ്രായത്തിൽ അറിയാം ഫീൽ കൊടുക്കാനായിട്ട്? പറഞ്ഞു, ഏകദേശം ഒരു പ്രായം പറഞ്ഞു. കുട്ടിയായിരിക്കുമ്പോഴാ? ചെറുപ്പായിരിക്കുമ്പോ? ചെറുപ്പല്ല, പണ്ട് ഒരു 6 വയസ്സൊക്കെ. ആണോ? 8 വയസ്സാവുമ്പോ. ആണോ? 6 വയസ്സ് പോലെ അറിയാലേ. 2 വർഷം മുന്നേ ആ സ്കില്ലൊക്കെ പഠിച്ചു വെച്ചു. വലിയൊരു സംഭവമാണ് കേട്ടാ. ഇങ്ങനെ പോയത് എവിടെ എത്തുന്ന ഞാൻ ആലോചിക്കണം. ഭയങ്കര ഫ്യൂച്ചർ ഉണ്ട് കേട്ടാ. ഓക്കെ. കുഞ്ഞിന് ഒരു വലിയ പ്രത്യേകത എന്താ വെച്ചാ നോട്ട്സ് മിസ് ചെയ്താൽ പോലും അതും ക്യൂട്ടായിരിക്കും. അതെ. അതെ, ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആണ്. അത് എപ്പോഴും അങ്ങനെയാണ്. അത് വളരെ ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു കഴിവാണ്. അതായത് നോട്ട് ചിലപ്പോൾ കുറച്ചൊന്ന് മിസ് ചെയ്ത് പോകാം, പക്ഷെ അതും ക്യൂട്ടാണ്. അതെ. പിന്നെ ചില വരികൾ അത് വേണ്ട രീതിയിൽ അവിടെ പല്ലൊക്കെ വന്നോ തിരിച്ച് എന്നാലും ചിലതൊക്കെ ഇങ്ങനെ കാറ്റായിട്ട് ഇങ്ങനെ പോകും. എന്നാലും അത് കേൾക്കാൻ അതും ക്യൂട്ടാണ്. അത് കേൾക്കാൻ നല്ല സുഖമുണ്ട്, അത് നല്ല രസമുണ്ട്. പിന്നെ ചിലതൊക്കെ ഒരു ചെറിയ ആക്ഷൻസ് ഒക്കെ ഉണ്ട്. മനസ്സ് ഒരു പിന്നെ മാത്രമല്ല ബിജിയുടെ സമയത്ത് ഓർക്കസ്ട്രക്കാരെ നോക്കിട്ട് അതുപോലെ ഭയങ്കര ലയനമാണ്. വിജനം. അതെ ഭയങ്കര ലയനമാണ്. അകലുന്നോന്ന് പാടിയില്ലേ? അവിടെ ഭയങ്കര സങ്കടമായിരുന്നല്ലോ. അത് വേണമെന്ന് വെച്ച് സങ്കടം കൊണ്ടുവന്നാണോ? ഒന്ന് പാടിക്കേ. മുഖത്ത് എക്സ്പ്രഷൻ ഉണ്ടല്ലേ? കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരാൾ പാടുന്ന പോലെ. ഇനി ഒന്നും കിട്ടാനില്ല, ഒരിക്കലും കിട്ടാനും പോകുന്നില്ല. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ?
അകലുന്നു എന്ന് പാടാൻ പറഞ്ഞപ്പോ ആ അകലുന്നു മാത്രം പാടിയത്. അത്രയും ഭാഗം പാടുമ്പോ തന്നെ ബുദ്ധിമുട്ടാ ഫീൽ കൊടുക്കാൻ. മുന്നേ ഒന്ന് പാടി വരാണ്ടല്ലേ. അതെ 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 അതാ ലൈൻ. അതെങ്ങനെ പാടിയ? ഓഹോ സബാഷ് സബാഷ്. ശോ, എന്തൊരു ഫീൽ. ആ രീതിയിലൊക്കെയാണ്. എന്താണ് മക്കളെ ഗ്ലുംകുട്ടി? ഗ്ലുമൊന്നുമില്ല, ഓടിപ്പോയി തെറ്റിപ്പോയി. ഗ്ലുമ്മൊന്നുമില്ല. ഗ്ലുമ്മിന്റെ ഒരു ബൗണ്ടറിയിൽ പോലും ഗ്ലൂം കാണുന്നില്ല. അതെ. അതൊക്കെ എറിഞ്ഞ് ഉടച്ചു അല്ലേ? അത് സൂപ്പറാണേ. അപ്പൊ മൊത്തം ഫീലായിരുന്നു, ഫീലിഫിക്കേഷൻ. സവാഷായിരുന്നു കേട്ടോ. ഊക്കറായി. എസ്തർ ബേബി, എന്ത് ഫീൽ. എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ. എന്തൊരു ഫീലാണ്, എന്തൊരു ആ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ വരും. ആ എക്സ്പ്രഷന്റെ കൂടെ നല്ല സുന്ദരമായ പാട്ട് വരും. ആ ഫീൽ ഇങ്ങോട്ടേക്ക് വരും. അതിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ തൊടും. അത്രയ്ക്ക് ഫീലായിരുന്നു. മിടുക്കിയായിട്ട് പാടി വേണ്ടോ? ആ വോയിസ്, ആ ശബ്ദം, എം ജെ സാർ പറഞ്ഞു. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ആ ഭയങ്കര ക്യൂട്ട് ശബ്ദം. ആ ക്യൂട്ട് ശബ്ദത്തില് ഇത്രയും ഫീല് കൊടുക്കാൻ പറ്റുന്ന പോലും നമ്മൾ വിചാരിക്കുന്നില്ല. ആ കുഞ്ഞാവയല്ലേ നമ്മുടെ. എന്നിട്ട് അത്രയും ഫീലും കൊടുത്ത് അത്രയും നന്നായി പാടുകയും ചെയ്ത് ആ മുഖത്തെ എക്സ്പ്രഷനും പോയോ ഒന്നും പറയാനില്ല. മിടുക്കി കേട്ടോ. മിടുക്കി. എനിക്കും ഈ പല്ലവിയില് മിഴുനീരിൻ കഥയായി മാറും ആ ഭാഗത്ത് ചെറിയൊരു ക്ലാരിറ്റി. 2 പ്രാവശ്യം പാടിയപ്പോഴും അത് എസ്തർ ബേബിക്ക് അതിനുള്ള പ്രായമായി എന്ന് തോന്നിയില്ല പാടാൻ വേണ്ടിയിട്ട്. കുഞ്ഞിനത് വലിയൊരു സംഗതിയായിട്ട് തോന്നി. എനിക്ക് ഫീൽ ചെയ്തു. രാഗഛായ വരുന്നതിന്റെ ആ ഒരു ഇതായിട്ട് ഫീൽ ചെയ്തു. അതെ അതെ അതെ. അപ്പൊ അതങ്ങനെ ഒരു ഇത്. പിന്നെ ശ്രുതി എന്ന് പറയുന്നുണ്ട്. ചെറിയ മറ്റേ കഥ, അങ്ങനത്തെ കുഞ്ഞു ഇത്. ഈ മുള്ളിൽ വിരൽ എന്നാണ് പാടിയത്? മോൾ പാടിയത് അങ്ങനെയാണോ? എങ്ങനെയായിരുന്നു? ഉള്ളിൽ മലർ തിരിയുമ്പോൾ മലർത്തിരയുമ്പോൾ മുള്ളിൽ വിരൽ മുറിയും. ആഹാ, ഷോ മുഖം മറന്നുണ്ടോ? അതൊരു എന്ത് രസമാണ് കാണാന്നറിയോ എസ്തർ ബേബിയുടെ പാട്ട്. അത് നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകും, കേട്ടിരുന്നു പോവുകയും ചെയ്യും, കണ്ടിരുന്നു പോവുകയും ചെയ്യും കേട്ടോ. അത്രയ്ക്ക് ഫീലാണ്. 6 വയസ്സ് മുതൽ ഫീൽ ഇടാൻ തുടങ്ങിയത്. 6 വയസ്സ്, ഇപ്പൊ 8 വയസ്സായിട്ട് അതിൽ എക്സ്പേർട്ട് ആവുകയും ചെയ്തു. അതാണ് നമ്മുടെ എസ്തർ ബേബി. കണ്ടോ, മിടുക്കി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മാർക്ക് അറിയാം എസ്തർ കുട്ടിയുടെ ഈ ഫീൽ നിന്നിട്ടതിന് എത്ര മാർക്ക് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ. അങ്ങനെ നമ്മുടെ എസ്തർ കുട്ടിയുടെ പാട്ട് ഇന്ന് നമ്മൾ കണ്ടിരുന്ന് കേട്ടു, കേട്ടിരുന്ന് കണ്ടു. യെസ്. അപ്പൊ അതിലെന്ത് സംഭവിച്ചു? അതിൽ സംഭവിച്ച ഇതാണ് 97.5 എസ്തർ കുട്ട, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ബൈ ബൈ, ടാറ്റാ. ബൈ.